വിഷയം സ്വർഗത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്ന പാത കൈകാര്യം ചെയ്യില്ല. ആ വിഷയം പറയുമ്പോൾ ഗൗരവതലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്ത് 800 കോടി ആളുകളുണ്ട്. ഒരാളിൽ നിന്ന് തുടങ്ങിയതാണിത്. മഹാനരായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മനുഷ്യ വിഭാഗത്തിലെ ഭൗതിക ലോകത്തേക്ക് വന്ന പ്രഥമ കണ്ണി അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമാണ്. ആ ഒന്നിൽ നിന്ന് ഇന്ന് 800 കോടിയായി പരത്തിപ്പെരുപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ആവശ്യപ്പെടുകയാണ്, അവകാശപ്പെടുകയാണ്. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വ ഇലൈഹി തുഹ്ശറൂൻ. ഈ 800 കോടിയിലേക്ക് പരത്തിയ ആള് ആരാണ്? ഒരാളിൽ നിന്നാണ്. ആ ആള് തന്നെയും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇല്ലാതെ മണ്ണിൽ നിന്ന് വന്നതാണ്. ശാസ്ത്രം പുരോഗമിച്ച് വികസിച്ച് ഇനി മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചാൽ തന്നെയും നമുക്കത് പുത്തിരിയല്ല. കാരണം അത് ഖുർആൻ വളരെ കൃത്യമായി അസംഭവ്യമല്ല എന്ന് പറയുകയാണ്. കാരണം ആദ്യത്തെ മനുഷ്യൻ വന്നത് ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ പ്രത്യുൽപാദനം കൊണ്ടല്ല, മണ്ണിൽ നിന്ന് അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുവന്നതാ. രണ്ടാമത്തെ മനുഷ്യ സ്ത്രീ പിറവിയെടുത്തത് ക്ലോണിങ്ങിലൂടെയാണ്. ആദം അലി ഇസ്ലാമിൻ്റെ സെല്ലെടുത്ത് ക്ലോണിങ് ചെയ്തുകൊണ്ടാണ് ഹവ്വാ ഉമ്മയെ അള്ളാഹു താല ഉണ്ടാക്കിയത്. ഇതിൻ്റെ മേലൊന്നും ലോകത്തൊന്നും നടക്കാനില്ല. അതൊക്കെ അള്ളാഹു താല കൈകാര്യം ചെയ്ത് കാണിച്ചു നിൽക്കണം. ഇങ്ങനെയൊക്കെ പറ്റുമെന്നാണ് അള്ളാഹ് പറയുന്നത്. നമുക്കിനി മണ്ണിൽ നിന്നൊരു മനുഷ്യനുണ്ടാക്കിയെന്ന് മോഡേൺ സയൻസ് പറഞ്ഞാൽ നമുക്കത് വിഷയമല്ല. കാരണം നമ്മളൊക്കെ കേട്ട് പഴകിച്ച സംഗതികളാണ്. പക്ഷെ അവിടെ ഇപ്പം ശാസ്ത്രം എത്തിയിട്ടില്ല. ആ ഒന്നിൽ നിന്ന് രണ്ടിൽ നിന്ന് തുടങ്ങി അള്ളാഹു ഇതിനെ കുറിച്ച് പറഞ്ഞ തന്നെ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഈ ആയത്ത് ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെല്ലാം സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചോ. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും, ഒറ്റ ഉടലിൽ നിന്ന് വന്ന് പിന്നെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹ് പറയാണ്, റിജാലൻ കസീറ, ഒരുപാട് പുരുഷന്മാരെ സൃഷ്ടിച്ചു, വനിസാൻ, പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു. അവിടെ ഒരുപാട് എന്ന് പറഞ്ഞില്ല. അതാണ് വിഷയം. റിജാലൻ കസീറിനെ അള്ളാഹു സൃഷ്ടിച്ചു, പിന്നെ നിസാ എന്ന് പറഞ്ഞ് നിർത്തി. ഇവിടെ കസീറ എന്ന് പറഞ്ഞില്ല. സത്യത്തിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് ഉള്ളത് ലോകത്ത്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരാണിന് 4 പെണ്ണ് വരെ പോകാമെന്ന് തന്നെ പറഞ്ഞത്. സർവേ നടത്തുകയാണെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും. എന്നാൽ അവിടെ പറയണല്ലോ കുറെ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു എന്ന്. അതല്ല പറഞ്ഞില്ല, കുറെ ആണുങ്ങളെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞേ. കാരണം എന്താ അറിയോ, പെണ്ണുങ്ങൾ കുറെ ആണോ കുറച്ചാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ഒന്ന് എണ്ണി നോക്കണ്ടേ. അവര് എണ്ണി നോക്കാൻ പാകത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ സൂചനയാണ് ആയത്ത്. ആണുങ്ങൾ അങ്ങനെയല്ല, പ്രത്യക്ഷത്തിൽ പരസ്യമായി പുറത്തിറങ്ങി എല്ലാവർക്കും എണ്ണാൻ പാകത്തിൽ പരന്ന് നടക്കുന്ന ആൾക്കാരാണ്. പെണ്ണുങ്ങൾ അങ്ങനെ നടക്കാൻ പാടില്ല, പരമാവധി ഉള്ളിൽ ഒതുങ്ങി കഴിയേണ്ടവരാണ് എന്നതുകൊണ്ടാണ് നിസാഅൻ എന്ന് പറഞ്ഞ് കസീറ എന്ന് പറയാത്തത്. അത് പൊളിച്ചതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ ആകെയുള്ള വേജാറ് എന്താ പറയുക? ഞങ്ങള് ആകെയുള്ള വേജാറ് ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ നടക്കും എന്ന് ഉറപ്പുള്ള ഒറ്റ സംഗതിയുള്ളൂ, അത് മൗത്താണ്. വേറെ എന്തെങ്കിലും നടക്കുന്ന ഉറപ്പുണ്ടോ?
ഇപ്പം സ്റ്റേജിലാട്ടെ താഴെയാട്ടെ നമുക്കൊക്കെ വ്യത്യസ്ത പ്ലാൻ ഉണ്ടാവും, പദ്ധതി ഉണ്ടാവും, ഉദ്ദേശങ്ങളുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കുമെന്ന് ഉറപ്പുണ്ടോ? അപ്പം എനിക്കിന്ന് രാത്രി പ്രോഗ്രാം ഉണ്ട്, ഞാൻ അവിടെ എത്തുമെന്ന് ഉറപ്പില്ല, വിഷയം അവതരിപ്പിക്കുന്ന ഉറപ്പില്ല. പോട്ടെ, ഈ വിഷയം ഞാൻ മുഴുവനാക്കുന്ന ഉറപ്പുണ്ടോ? ഇതെങ്കിലും ഉണ്ടാത്ത ഉറപ്പുണ്ടോ? നിങ്ങളിവിടെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട ഫൈസിന്റെ വിഷയം വരെ എത്തുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ എല്ലാ കാര്യവും സംശയമാണ്. നിങ്ങളെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ഡൊണേഷൻ കിട്ടിയിട്ട് മക്കളെ ഡിഗ്രിക്ക് പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും. ഡിഗ്രി എടുക്കാതിരിക്കാം, എഞ്ചിനീയർ ആവാം ആവാതിരിക്കാം, ഡോക്ടർ ആവാം ആവാതിരിക്കാം, പോലീസുകാരനാവാം ആവാതിരിക്കാം, ബിസിനസ്സുകാരനാവാം ആവാതിരിക്കാം, ഗൾഫിക്ക് പോവാതിരിക്കാം, മണവാളനായി ഇറങ്ങാതിരിക്കാം, വീട് കുടിയിരിക്കാതിരിക്കാം, നമ്മൾ ളുഹർ നിസ്കരിക്കാതിരിക്കാം. ഇതൊക്കെ ശരിയല്ലേ അല്ലേ? പക്ഷെ മരിക്കാതിരിക്കാം. ശരിയാണോ? അപ്പോ ആകെ നമ്മളെ മുമ്പിൽ ഉറപ്പായിട്ടുള്ള മരിക്കുന്നു മാത്രമാണ്, മറ്റൊക്കെ സംശയമാണ്. മറ്റെല്ലാം സംശയമാണ്. ഞാൻ അസറായിൽ ബാക്കിൽ കൂടി വരുമെന്ന് വിചാരിച്ചു. മനസ്സിലായി, ഉറുമ്പാണ്. അപ്പൊ അസറായിലല്ല, ഉറുമ്പാണ്. ഏത് കാര്യവും സംശയമാണ്. നടക്കാതിരിക്കാം, മരിക്കാതിരിക്കാം ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഭ്രാന്താലയത്തിൽ അന്തേവാസിയാ. ജാതി മത കക്ഷിപക്ഷ വർഗവർണ്ണ ദേശഭാഷാ ഭേദമന്യേ എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട്, ജീവിച്ചാൽ മരിക്കും. മുസ്ലിമീങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ മരിച്ചാൽ ജീവിക്കും എന്നതാണ്. അവിടെയാണ് സ്വർഗമൊക്കെ ഉള്ളത്. ജീവിച്ചാൽ മരിക്കുമെങ്കിൽ മരിച്ചാൽ ജീവിക്കും, ഉറപ്പാണ്. ഒരു സംശയക്കാര്യത്തിലില്ല, അതിലൊരു സംശയമില്ല. ആരാണോ ജീവിപ്പിച്ചത് അവനാണ് പറയേണ്ടത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും ثم يميتكم ثم يحييكم ثم إليه ترجعون. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു തുടങ്ങുകയാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ഈ ദുന്യവിയായ ജീവിതത്തിനെ കുറിച്ച് ഒന്നുമേ പ്രാരംഭത്തിൽ പറയാത്തതുപോലെ ആരംഭിക്കുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഓപ്പറേറ്റർ ഒന്നും കൂടി സൗണ്ട് കൂട്ടിക്കാണ്. എവിടെ ആളിവിടെ ഇല്ലേ? ഒന്നുകൂടി സൗണ്ട് കൂട്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. നോക്കൂ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ശ്രദ്ധിക്കാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. അധികാരം അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്, ആരെ കയ്യിലും അധികാരമില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വീഴ്ച എന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളാനെ ഫക്കീറാക്കി എന്നുള്ളതാണ്. നമ്മൾ ആ നാട്ടുകാർ കൂടിയിട്ട് അള്ളാനെ ഫക്കീറാക്കി. ആ 12 ഏക്കറ അത് അബ്ദുല്ലാജിന്റെ ആണ്, ഈ 3 ഏക്കറ അത് ശംസുദ്ദീൻ്റെ ആണ്, ആ ബിൽഡിങ്ങുകളൊക്കെ അത് ഔക്രാജിൻ്റെ ആണ്, പിന്നെ ഈ സ്ഥലങ്ങൾ മൊത്തം അത് 4 ആൾ കൂടിയിട്ടുള്ളതാണ്, പിന്നെ അവിടെയുള്ള ആ വയലുകൾ അത് നമ്മളെ മൈദീനാജിൻ്റെ ആണ്. അപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോൾ അള്ളാഹ്ക്കുള്ളത് അത് പൊളിഞ്ഞാടാറായ ഒരു പള്ളിയും 10 സെൻറ്റും മൗക്കൂഫ്, അത് അള്ളാഹിൻ്റെ പേരിലാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹ് മഹാ ഫക്കീറ, അബ്ദുല്ലാജി ഭയങ്കര മുതലാളിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ തീരുമാനങ്ങളൊക്കെ അള്ളാന്റെ പേരിൽ എന്താ ഉള്ളത്? അതൊരു 10 സെന്റ് ഭൂമിയുണ്ട്, അത് അള്ളാന്റെ കയ്യിൽ വഖഫാണ്. അവിടെ ഒരു പൊളിഞ്ഞു വീഴാറായ ചിലന്തി വല കൂട്ടിയൊരു പള്ളിയുണ്ട്, അത് അള്ളാന്റെ വീടുമാണ്. മറ്റുള്ളതൊക്കെ മനുഷ്യന്മാരാണ്. ഇവിടെയാണ് നമ്മളെ തീരുമാനം. അള്ളാഹ് പറയണതോ? അള്ളാഹ് പറയുന്നത് നേരെ എതിരാണ്. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞു. ഫക്കീറന്മാരെ നമ്മളാണെന്ന്. കൂട്ടരെ, ഭൂമിയും വീടും മാത്രമല്ല, നമ്മൾ തന്നെ അള്ളാന്റെ അല്ലേ? നമ്മൾ നമ്മുടേതാണോ? നമ്മൾ നമ്മുടേതാണെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ ഒക്കെ താടിങ്ങനെ നിരക്കേണ്ട ആവശ്യമുണ്ടോ?
ഈ രോമം നമ്മളതല്ല, അതുകൊണ്ടല്ലേ നമ്മളറിയാതെ പെയിന്റ് മാറുന്നത്. കാരണം മൈലാഞ്ചിട്ട് ഒപ്പിച്ചിരിക്കണം. അത് നല്ലതാണ്, മൈലാഞ്ചിയുടെ സുന്നത്താണ്, കറുപ്പിക്കാൻ പാടില്ല. എവിടെയെങ്കിലും പോയാൽ മനുഷ്യന്മാരെ കണ്ടാൽ തിരിച്ചറിയണം ഞാൻ കറുപ്പടിച്ചിട്ട്. നാളെ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് വളരെ ദൂരേന്ന് കിതച്ച് ശ്വാസം വലിച്ചെടുത്ത് ശ്വാസം മുട്ടിയിട്ട് വന്നു. നോക്കുമ്പോൾ കുമ്പളങ്ങ വെള്ളത്തിലിട്ട മാതിരി നരച്ച് പിണ്ടിയേക്കണം. തലയും മുടിയും ഇനി നിരക്കാൻ ബാക്കി ഒരു സ്ഥലമില്ല, തൊലിയും ചുളിഞ്ഞിക്കണം. അപ്പം ഞാൻ അയാളെ പ്രായം ബഹുമാനിച്ചിട്ട് എത്ര ദൂരെ വന്നില്ലേ എന്നുള്ളവർക്ക് ഡേറ്റൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തു. അയാളെ നാട്ടിൽ വയലിനായപ്പോൾ അധ്യക്ഷൻ തൊട്ടടുത്തെടുക്കണ്ട, ഈ മനുഷ്യനെ കാണാനില്ല. ഞാൻ അയാൾ മരിച്ചിട്ടുണ്ടാവുന്ന മൂപ്പർക്ക് ആദ്യം ദ്വാരന്നിട്ട് വയൽ തുടങ്ങാനുള്ളവർക്ക് അടുത്തിരിക്കണ അധ്യക്ഷനോട് ചോദിച്ചു, എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നിരുന്ന ആ പ്രായമുള്ള ആൾ എവിടെയെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, കാരണം അതിൻ്റെ അടുക്ക കറുപ്പടിച്ചതാണ്. അപ്പോൾ കുട്ടപ്പൻ മാതിരി ഇങ്ങനെ ഇരിക്കുക, വന്ന ആളായിട്ട് തോന്നില്ല. ഇപ്പം നിങ്ങളൊന്ന് കറുപ്പടിച്ച് നോക്കുകയാണെങ്കിൽ പുതിയാപ്പിള ഇറങ്ങാണ്ടാവും. ആളുകളൊക്കെ വെയിറ്റ് മാറ്റാണ്. ഞാൻ അപ്പം അയാളോട് തമാശ പറഞ്ഞു, ചീഞ്ഞ പഴം പച്ച തൊലിയിൽ പോഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാക്ക, പഴം ചീഞ്ഞ തന്നെ. മൈലാഞ്ചിടൽ സുന്നത്താണ്. ഞാൻ പറയാൻ കാരണം ഈ രോമ എന്റേതല്ല. ഇപ്പൊ ഫൈസിക്ക് നരച്ചിക്കണോ അടുത്ത് കാണുമ്പോൾ അള്ളാഹുവെ നരപ്പിക്കണ പഠിച്ചോനെ, കാരണം അങ്ങനെ ഉണ്ടല്ലോ. എനിക്കും നിരക്കാൻ പ്രായമായിട്ടൊന്നുമില്ല, ഞാൻ സ്പീഡിൽ നിരക്കാം. മൂപ്പരിങ്ങനെ നിരക്കാതിരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. തമാശാക്കിയത് കേട്ടോ. അയാൾ തമാശയൊക്കെ പറയാൻ പറ്റുന്ന ആളെ എനിക്കറിയാം, അതുകൊണ്ടാണ്. അയാൾ നല്ലൊരു വാപ്പാൻ്റെ മുത്തഖിയായ ആലിമായൊരു വാപ്പാൻ്റെ മോനും കൂടിയാണ്. അള്ളാഹു താല ആ വാപ്പാക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഈ ഇരുത്തം തന്നെ അവരെ ഖബറിലേക്ക് അള്ളാഹു സവാബിൻ്റെ പ്രവാഹമാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. നമ്മൾ തന്നെയും നമ്മുടേതല്ല, നമ്മുടെ രോമങ്ങൾ പോലും നമ്മുടേതല്ല. എനിക്ക് ഷർട്ട് ഇസ്തിരിട്ട് തരുന്ന കുട്ടികളുണ്ട്, തയ്ച്ചു തരുന്ന അലക്കി തരുന്ന കുട്ടികളുണ്ട്. എന്റെ ഷർട്ട് ഒരിക്കൽ ഇസ്തിരിട്ട സമയത്ത് ചൂട് കൂടിയിട്ട് പിറകുഭാഗം കരിഞ്ഞപ്പോൾ ചുളിഞ്ഞപ്പോൾ ഇസ്തിരിട്ടവനോട് ഞാൻ ശകാരിച്ചോ. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ആ ശകാരിച്ചത് ശരിയായില്ല. എന്റെ കുപ്പായമൊന്ന് ചുളിഞ്ഞ സമയത്ത് ശകാരിക്കാൻ എനിക്ക് തോന്നിയെങ്കിൽ ഈ ഷർട്ട് ധരിക്കുന്ന എന്റെ ശരീരത്തിന്റെ തൊലി ഇന്നല്ലെങ്കിൽ നാളെ ചുളിയുമല്ലോ. ആ തൊലി അങ്ങ് ചുളിഞ്ഞാൽ ആരെയാണ് ഞാൻ ശകാരിക്കുക? തൊലി എന്റേതല്ല, റബ്ബിൻ്റെതാണ്. അതുകൊണ്ട് സമയം വരുമ്പോൾ അവൻ ചുളിക്കുകയാണ്. മുടി എന്റേതല്ല, റബ്ബിൻ്റെതാണ്. അതുകൊണ്ട് നാം അറിയാതെ പെയിന്റ് മാറ്റുകയാണ്. നരമ്പ് എന്റേതല്ല, റബ്ബിൻ്റെതാണ്. അതുകൊണ്ടാണ് പ്രായം കൂടുന്നതനുസരിച്ചുകൊണ്ട് കമ്പികളെപ്പോലെ, വെള്ളിക്കമ്പികളെപ്പോലെ നരമ്പ് തള്ളി പൊന്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണ് എന്റേതല്ല, റബ്ബിൻ്റെതാണ്. അതുകൊണ്ടാണ് ഒരു പരിധി വിട്ടാൽ അന്ധത ബാധിക്കുന്നത്. ഊര എന്റേതല്ല, റബ്ബിൻ്റെതാണ്. അതുകൊണ്ടാണ് പ്രായം കഴിഞ്ഞാൽ പിന്നെ നിവരാനും വളയാനും കഴിയാത്തത്. മോനെ, നമ്മൾ തന്നെയും നമ്മുടേതല്ല, അധികാരി അള്ളയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവിടെ എന്റെ വിഷയം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലദീ അവൻ ഒരുത്തനാണ്. ഖലഖൽ മൗത, ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചത് അവനാണ്. വൽ ഹയാത, ജീവിതത്തെ. ആദ്യം സംഭവിക്കണ ജീവിതമല്ലേ? ആദ്യം സംഭവിക്കണ മരണാണോ? എന്താ നിങ്ങളത് മിണ്ടി കിട്ടിയാലല്ലേ ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യം സംഭവിക്കുന്നത് മരണാണോ ജീവിതാണോ? ജീവിതാണ്. പക്ഷെ അത് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന് പറഞ്ഞു. പറയേണ്ടത് അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നല്ലേ, പക്ഷെ പറഞ്ഞില്ല. ചിന്തിക്കണം. കാരണം എന്താണ്? ഒരു തഫ്സീർ പ്രകാരം ഈ ജീവിതം അല്ലാഹു തൊട്ടതേ ഇല്ല. കാരണം അള്ളാന്റെ നോട്ടത്തിൽ ഇതൊരു ജീവിതമല്ല. അതാണ് അള്ളാന്റെ നോട്ടത്തിൽ ഒരു ജീവിതേ അല്ല. അല്ലദീ ഖലഖൽ മൗത, ഇത് ജീവിതമല്ല, ഇത് അയ്യാമുൽ മൗതാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ.
സൂറത്ത് സുമറിൽ മുസ്തഫ നബിയോട് പടച്ചവൻ പറയുകയാണ്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നിങ്ങളും മയ്യിത്താണ്, അവരും മയ്യിത്താണ്. ഇവിടെ ജീവിതമില്ല. ഇവിടെ ജീവിക്കുന്നവർ തന്നെയും ചലിക്കുന്ന മയ്യിത്തുകളാണ്. ചിന്തിക്കണേ. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നിങ്ങളും മയ്യിത്താണ്, അവരും മയ്യിത്താണ്. ഇവിടെ ജീവിതമില്ല. അതുകൊണ്ടാണ് ചിന്തിക്കണേ, ചിന്തിക്കണേ. 62-ാമത്തെ സൂറത്തിൽ പടച്ച തമ്പുരാന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉണർത്തൽ നടത്തി മൗത്തിനെ കുറിച്ച്. അല്ലാഹു പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അശാന്തമായി എല്ലാ യന്ത്രതന്ത്രമന്ത്രങ്ങളും മരുന്നും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പരിശ്രമിക്കുകയാണ്, മരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഫഇന്നഹും മുലാഖീ, ഫഇന്നഹും ആ മരണമില്ല, മുലാഖീകും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നിങ്ങൾ കുതറിയോടിയാലോ മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. ഇത് സൂറത്ത് 62-ാമത്തെ സൂറത്തിൽ പടച്ചവൻ പറയുകയാണ്. 62-ാമത്തെ സൂറത്തിലെ അല്ലാഹു തആല ഒന്ന് പറഞ്ഞു വെച്ചു, നിങ്ങൾ മരണത്തിന് രക്ഷപ്പെടാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കൂല, ആ മരണങ്ങൾ പിടികൂടുന്നതാണെന്ന് അല്ലാഹു തആല പറഞ്ഞു വെച്ചു. എത്രാമത്തെ സൂറത്തില്? 62-ല്. 63-ലെത്തിയപ്പോ അല്ലാഹു തആല ഭാഷ കണ്ട് കടുപ്പിച്ചിട്ട് ഒരൊറ്റ ചവിട്ടാണ്. ഭാഷ കണ്ട് കടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. രണ്ടും ഒന്നെന്നെയാണ് പറയണത്. പക്ഷെ 63-ൽ ഭാഷ കണ്ട് കടുപ്പിച്ചു. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ലന്ന മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഉണ്ട്. തഅക്കീദ് കൊണ്ട് നഫിയാണെന്നാണ് നഹ്വ്. ലൻ യുഅഖിറല്ലാഹ്, തഅക്കീദ് ഉണ്ടാവും, നിഷേധം ഉണ്ടാവും. ലൻ യുഅഖിറല്ലാഹ്, അല്ലാഹ് പിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. നിശ്ചയം, നിസ്തർക്കം, നിസ്സംശയം, പിന്തിക്കുന്ന പ്രശ്നമില്ല. നഫ്സൻ, ഒരു ശരീരത്തിനെയും. നിക്റയാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാൻ എന്ന കിതാബിൽ കാണാം, വൈൻകാന നഫ്സ മുഹമ്മദിൻ, വൈൻകാന ആ നഫ്സ് ആണെങ്കിലും ശരി, നഫ്സ മുഹമ്മദിൻ. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ, പ്രാപഞ്ചിക സൃഷ്ടിപ്പിന്റെ ഹേതുകമായ, ഖൽബിന്റെ ഖിബിലയായ മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവിള വെച്ച് കോടാനക്കോടികളുടെ മനസ്സിന്റെ മനനങ്ങൾ പോലും വായിച്ചെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ പ്രാർത്ഥനയുമായി, തർബീയത്തിന്റെ പുഞ്ചിരിയുമായി മനുഷ്യരാശിയുടെ രക്ഷകനേ, അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ശരീരമാണെങ്കിലോ നിശ്ചിത സമയം സമാഗതമായ ഒരു സെക്കൻഡ് ബിന്ദുവില്ല എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഇനി തഫ്സീർ നോക്കാൻ അറിയാത്തവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഈ ആയത്തുള്ളത് സൂറത്തിലെ 63-ാമത്തെ സൂറത്തിലാണ്. എത്രാമത്തെ സൂറത്തില്? റസൂലുള്ളാഹിന്റെ പ്രായം എത്രയാണ്? 63. അപ്പൊ അത് 63-ാമത്തെ സൂറത്തിൽ വെക്കാൻ കാരണം എന്താണ്? റസൂലുള്ളാഹിക്കുള്ള സൂചനയാണ്. 63-ന്റെ മേലെ നിങ്ങൾ പോകൂല എന്നാണ് പറയുന്നത്. ഈ സൂറത്തിൽ ആ ആയത്ത് അള്ളാഹ് വെക്കാൻ പറഞ്ഞതാണ്. ഇറങ്ങിയ ക്രമം അനുസരിച്ചുകൊണ്ടല്ല മുസാഫ്. അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ അലക്കാണ് ആദ്യത്തെ സൂറത്തായി വരേണ്ടത്. ഇഖ്റ, അത് സൂറത്തുൽ അലക്ക ആദ്യത്തെ അല്ലല്ലോ, ലാസ്റ്റത്തെ അല്ലേ. അപ്പൊ ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ വെക്കണമെന്ന് അള്ളാന്റെ വഹിയാണ്. അതനുസരിച്ചുകൊണ്ട് 63-ാമത്തെ സൂറത്തിൽ ഒരു ശരീരവും സമയായാൽ പിന്തുല എന്ന അർത്ഥമുള്ള ആയത്ത് ഇവിടെ വെക്കണം എന്ന് അള്ളാഹ് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം മുത്തനബിയെ നിങ്ങൾ 63 വയസ്സിന്റെ അപ്പുറത്തേക്ക് പോകില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കണ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചോളി. നിങ്ങള് പള്ളിക്കാട് വാങ്ങിയില്ലേ? വാങ്ങിയിട്ടില്ലേ? വാങ്ങി. എന്തിനാണത്? പൊരേറ്റാന? എന്തിനാണത് വാങ്ങിയത്? പൊരേറ്റാനാണ്, കുടിയിരിക്കാനാണ്. അതാണ് കുടിയിരിക്കല്. ഇതൊന്നും കുടിയിരിക്കലല്ല. ഇത് നിങ്ങൾ ആകാശമുട്ടയെ പൊന്തിച്ചാലും മൂക്കിൽ പഞ്ചിച്ചിട്ട് ഇറക്കും നാട്ടുകാര്. പൊരയിൽ താമസിക്കാൻ പെടില്ല നാട്ടുകാര്.
നാട്ടുകാരിങ്ങണ്ട് അടിഞ്ഞുകൂടും. ഒരാൾ അനൗൺസ് ചെയ്യും, ഔക്രാജിന്റെ മയ്യത്ത് 5 മണിക്ക് എടുക്കുന്നതാണ്, ദുഃഖസമയത്ത് അറിയിക്കുന്നു. ആ പറഞ്ഞ ആൾക്കും ദുഃഖം ഉണ്ടാവില്ല. അത് പിന്നെ ഒരു വർത്താനാണ്. ദുഃഖസമയത്ത് അറിയിക്കുന്നു. നേരെ ഏതോ ഒരു ഖത്തീബ് ഒരു കാക്കാന്റെ മയ്യത്തോടെന്ന് പറഞ്ഞാലോ, നമ്മളടിയിൽ ഇതുവരെ വളരെ സന്തോഷത്തോടെ ജീവിച്ച അദ്ദേഹം വേർപിരിഞ്ഞാൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്, അതിയായ ദുഃഖമുണ്ട്. പിന്നെ റൂമിൽ എന്നപ്പോ ഉപ്പര് പറഞ്ഞാലാ സത്യമാണ് ആദ്യം പുറത്തു വന്നത്, കാരണം മഹാവിദ്യനാണെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ നാട്ടുകാർ ഇവിടെ നിൽക്കാൻ വയ്ക്കൂല. നീ പുതിയ വീട് കയറ്റിയാലും ആളുകൾ അടിഞ്ഞു കൂടിയിട്ട് പറയും നീ കാക്കണ്ട. അപ്പൊ ഒരാൾ വരും, നമുക്ക് 5:45 ഇതിനങ്ങോട്ട് നീട്ടിന് കാക്കണ്ട എന്ന് പറയും. കാറ്റ് പോയാലേ തട്ടും, പഞ്ചറായ ടയർ മാതിരി. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഞാൻ ഇപ്പോ റഹ്മാനി എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഉസ്താദ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഞാൻ പ്രഭാഷകനാണ്, ഇനി ശിഷ്യന്മാരുടെ ഇടയിൽ ഞാൻ ഉസ്താദാണ്. ഭാര്യൻ്റെ മുമ്പായാലും ഉസ്താദും റഹ്മാനും മുള്ളാണിയും ഒന്നുമല്ല, അവിടെ ഭർത്താവാണ്. മക്കളെ മുമ്പിൽ വാപ്പയാണ് അല്ലേ? ഇതങ്ങൾ ചിരിക്കണം, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? പക്ഷെ കാറ്റങ്ങോട്ട് പോയാൽ, ജീവാണ്ട് പോയാൽ എല്ലാവർക്കും മയ്യത്താണ്. ഞാൻ മരിച്ച ഞങ്ങള് 5 മണിക്ക് ജലീറഹ്മാനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണെന്ന് പറയോ? നിങ്ങൾ മരിച്ച ഞങ്ങളെ ഭാര്യ എന്താ പറയാ? എന്റെ ഭർത്താവ് അതാ പോണെന്നല്ല, മയ്യത്ത് അതാ പോണെന്ന പറയാ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ, ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ. പരൻവിധി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജാത്ത് നാമോക്കുണ്ടോ നാട്ടിലെ? കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ? കബറെന്ന ഭയങ്കര വീട്ടിലെ വീട്ടിലെ മെത്ത വിരിച്ച് കിടക്കണ കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നീർ തണ്ണീർ അതും ചേർത്ത് മണ്ണതിനാല് അടവാക്കും വിടവിനെ ബാറിലെ. കനമേറും മീസാൻ കല്ലും മണ്ണും അതിന്മീത് അടവാക്കും കാബർ ബോഹു ജോറിലെ. അടവാക്കും കാബർ ബോഹു ജോറിലെ. ഈ പാട്ടൊന്നും മര്യാദക്ക് അർത്ഥം വെച്ച് കേട്ടണ്ടല്ലോ, ഒരൊറ്റ വക്ത നിസ്കാരം കൊള്ളാവൂല. ആ കിണികണിയിൽ മ്യൂസിക്കിൽ ഇട്ടിട്ട് കുണുങ്ങി കേൾക്കരുത്. പൊക്കെ അതാണ്. എല്ലോ മദീന പറയുമ്പോൾ മദീന കബറ് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ആ കേൾക്കുമ്പോഴാണ് ഒക്കെ ഒരു എല്ലാ പരിപാടിയും അങ്ങനെയാണ്. ഇപ്പൊ പേരിടൽ എങ്ങനെ? പേരിടൽ ആരൊക്കെ ഉസ്താദ്മാർ അറിയിക്കണം. മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ ഗുണുണ്ട്, ഈ ഗുണുണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പേരാണ് ഇടും കുട്ടിക്ക് മുഹമ്മദ്, അതാരും അറിയില്ല. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് കിടും മുഹമ്മദ് കുർഫ്രി, പേര് കുർഫ്രി, രേഖയിൽ മുഹമ്മദ്. ആ നാളെ ഒരു കുട്ടിക്ക് പേര് കിട്ടും ഫാത്തിമ സാനിയ. എന്നുണ്ട് ഫാത്തിമയുടെ രേഖയിൽ വിളി സാനിയ. അർത്ഥം താരങ്ങള് വേശ്യ എന്നാണ്. കുറച്ചുമ്പോ അങ്ങനെയല്ലായിരുന്നു. ഭാര്യന്റെയും ഭർത്താവിന്റെ ഒക്കെ സെന്റർ പിടിച്ചിടല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പേരിട്ട്, ആപ്പാന്റെ പേര് ബാവ, അമ്മാന്റെ പേര് സൂറ. ബാവയിൽ ബാ എന്നുള്ള അക്ഷരം എടുത്ത് സൂറ എന്നുള്ള മുഴുവൻ എടുത്തു. എന്നിട്ട് കുട്ടിക്ക് പേരിട്ട് ബാസൂർ എന്ന്. അർത്ഥം മൂലക്കുരു എന്നാ. നല്ല രസമുണ്ടാവും മയ്യത്തായി പോകുമ്പോ. നമ്മളെ ബാസുറാജിന്റെ പേരിൽ അൽ ഫാത്തിഹ. ഈ തുടക്കം തന്നെ ഒടിഞ്ഞില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ സദസ്സിൽ വാഴ്ന്നു പറയുന്ന പാവപ്പെട്ട ഞാനും ഈ പ്രഭാത വിരുന്നിൽ അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് സാഗൂതം ശ്രവിച്ചിരിക്കുന്ന നിങ്ങളൊക്കെ നാളെ മയ്യത്തെന്ന പേരും പേറി ആരാരുമില്ലാത്ത മണ്ണറയില് മണിറയിൽ നിന്ന് പോയി കിടക്കേണ്ടവരാണ് ഉമ്മ. മണിറയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടവരാണ് പെങ്ങളെ. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ,
ഇന്ന് മണിയറയിലെ മണവാളനായി നീ ചെത്തിപ്പൊളിക്കുന്നുവെങ്കില്, മധുവിധുവിന്റെ മാധുര്യം അനുഭവിക്കുന്നുവെങ്കില്, മണിയറയിലെ സുഗന്ധത്തിൽ ആറാടുകയാണെങ്കില്, മണിയറയിലെ സുഗോലുതുവയിൽ തരുണിയുമൊത്ത് സ്വറ പറയുകയാണ്, ഇന്നെങ്കിലും മോനെ ഈ മണിയറയിൽ നിന്ന് സൈലന്റ് അറ്റാക്ക് കൊണ്ട് പാതിരാവിലോ പകലിലോ നീ അങ്ങ് മരിച്ചാൽ, ആക്സിഡന്റിൽ റോഡിൽ കിടന്നുകൊണ്ട് പടഞ്ഞ ആടിനെ പോലെ മരിച്ചാൽ, ഈ മണിയറയിൽ നിന്ന് നാട്ടുകാരനെ കുളിപ്പിച്ചുകൊണ്ട് മൂക്കിൽ പഞ്ഞു വെച്ച് കഫൻ ചെയ്തുകൊണ്ട് 6 കാലുള്ള കട്ടിലിലേറ്റി നാട്ടുകാരുടെ തോളിലേറി ആരാരുമില്ലാത്തൊരു ഗുഹയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടക്കുമ്പോ ആ മണ്ണറ മണിയറയല്ല, ആ മണ്ണിറയിൽ സ്പ്രിംഗ് ആക്ഷനുള്ള തലയണയില്ല, ആ മണ്ണറയിൽ സോഫ്റ്റായ ബെഡില്ല, ആ കബർ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരമല്ല, ആ മണ്ണറയിൽ നിനക്ക് തരുണിയില്ല, ടെൻഷൻ വരുമ്പോൾ മുത്തുന്ന പൈതം മക്കളില്ല, വിളിക്കാന് മൊബൈലില്ല, കളിക്കാന് കമ്പ്യൂട്ടറില്ല, ഉറങ്ങാന് റൂമുകളില്ല, വായിക്കാന് ന്യൂസ് പേപ്പറില്ല, യാത്ര ചെയ്യാന് വണ്ടികളില്ല. യാ മനിൽ മൗതു വായതുഹു വയാ മനിൽ ഖബറു മൻസിലുഹു വയാ മനി തുറാബു വിസാദുഹു വയാ മനി തൂദു ജിറാനുഹു വയാ മനിൽ മുൻകറു വന്നകീറു സുവാറുഹു വകം മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തഖ്ബിലു വകം മിൻ മുൻതദിരിൻ വദൻ ലാ യബ്ലുഗു. എന്റെയും നിന്റെയും ഹൃദയം ഉണർത്താൻ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ് മണ്ണറയിലേക്ക്. യാ മനിൽ മൗതു ആയതുഹു. ഈ രാവിലെ ഇതൊന്ന് ചിന്തിച്ചിട്ട് പോകണം. ദീർഘമായി ഞാൻ പറയില്ല. 11:30 മണി 10 മണിക്കാണ് തുടങ്ങിയത്. 12 മണിക്ക് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ വിഷയാവതരണമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ തടസ്സാവാനും പാടില്ല. ഒരു 11 മണി വരെ ഈ ഓർമ്മയിൽ ഇരുന്നാൽ എണീറ്റ് പോകുമ്പോൾ 60 കൊല്ലത്തിൻ്റെ അപ്പുറം ഇബാദത്തെടുത്ത് കൂലിയിട്ടും ജാമ്യക്കാരൻ മുഹമ്മദ് മുസ്തഫ. തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന വഫീ റിവായത്തിൻ 70 സന മുഹമ്മദ് മുസ്തഫ. പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കും കൂടി ചെയ്താൽ 70 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ് ഈ 2 മണിക്കൂർ കൊണ്ട് കിട്ടുക. 70 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി ഒന്ന് ചിന്തിച്ചാ മതി. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ, പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, ഫന്തം വീടിച്ചാൽ ഫജ്റാമോ പൊട്ട. നീളുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കിടികിൻ കണക്കിന് ആയുസിൻ തീർച്ച, തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. നമ്മളെ വിഷയാണ് പറയണേ. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കിടികിൻ കണക്കിന് ആയുസിൻ തീർച്ച, തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ടാ, പിന്നീന്ന് കാട്ടം ചുമന്നോരെ കൊട്ട, പെട്ടൊന്ന് ചത്താൽ ചകേമല്ലേ പൊട്ട, പറഞ്ഞിന്നുടൽക്ക് ബഹുമാനം പൊട്ട. മുത്താലിമീങ്ങളൊക്കെ വായിക്കേണ്ട മഹാനാണ് ഇതിന്റെ കവി ശുജായ് മൊയ്തു മുസ്ലിയാരാണ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ നാട്ടിലേക്ക് എടുത്ത് അതിന് പോയിരുന്നു. അവർ എറണാകുളം ആലുവാൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഒരു കെട്ട് സാധനം ഉണ്ടാവും, അതിൽ ഫത്തുൽമീലുണ്ടാവും, മങ്കൂസുമൂലത്തുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ശുജായ് അപ്പൊ എറണാകുളത്ത് നിന്ന് ആലുവയിൽ നിന്ന് എറണാകുളത്ത് ഇങ്ങനെ നടക്കും. ആളുകൾ ചോദിക്കും, ഉസ്താദ് എവിടുന്നാ വരണേന്ന്. വരണത് ആലുവായിൽ നിന്നായിരിക്കും, എറണാകുളത്തൊക്കെ പോയിരിക്കും. എന്നാലും പറയും മമ്പുറത്ത് തന്നെ വരണേന്ന്. എന്താ മമ്പുറം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കാമുള്ള മമ്പുറമല്ല, മണ്ണിന്റെ പുറത്തുനിന്നാണ് വരുന്നത്. മനുഷ്യന്റെ ആകത്തുകയാണ് പറയുന്നത്. മണ്ണിന്റെ പുറം. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ് മുഹമ്മദ് മുസ്തഫ.
നമ്മളെല്ലാം അവിടുന്ന് വന്നാ മണ്ണിന്റെ കട്ടയിൽ നിന്ന് നീച്ചു വന്നാണ്. ഇനി പോണത് മണ്ണ് കെടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അടിയിൽ ഒരു തുള്ളലിന്റെ പേരാണ് ജീവിതം. ഒരു തുള്ളി പാല് കുടിച്ചിട്ടാണ് ഈ ജീവിതം തുടങ്ങിയത്. ഒരു തുള്ളി പാല്. ഇനി മരിക്കണമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടും. 2 തുള്ളിന്റെ അടിയിലുള്ള തുള്ളലാണ് ദുനിയാവ്. പാൽ തുള്ളിന്ന് വെള്ളത്തുള്ളിക്ക് ഒരു തുള്ളൽ. ഇതൊരു ജീവിതമല്ല. ഇത് ജീവിതമായി ആരും മനസ്സിലാക്കും വേണ്ട. ഇത് ജീവിതമല്ല. അതുകൊണ്ടാ ശുജായ പറഞ്ഞേ, ഞാൻ മമ്പുറത്ത് നിന്നാണ് വരുന്നത്, മണ്ണിന്റെ പുറത്ത് നിന്നാണ്. എവിടുക്കാ പോണത്? അപ്പൊ ശുജായ പറയും, ഞാൻ ഞെടിയിരിപ്പക്കാണ് പോണത്. ഞെടിയിരിപ്പ് എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്തുള്ളൊരു മഹല്ല. അങ്ങോട്ടൊന്നും അവർ വന്നിട്ട് തന്നെ ഇല്ല. പിന്നെന്താ പറയണെന്നറിയോ? അവരെ ഭാഷയിൽ നെടിയിരിപ്പ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ സുഖവാസ കേന്ദ്രം എന്നാ. സ്വർഗം, അതാണ് നെടിയിരിപ്പ്. എത്തണ്ടേ? സ്വർഗത്തിലെത്തണ്ടേ? എന്താ നിങ്ങളൊന്ന് ഉഷാറായിട്ട് തലാട്ടാത്തത്? സ്വർഗത്തിലെത്തണ്ടേ? മുന്നിലുള്ള 4-5 ആൾക്കാർക്ക് മാത്രമേ എത്തിയാൽ മതിയെന്ന് തോന്നുന്നുണ്ട്. സ്വർഗത്തിലെത്തണ്ടേ? ഒക്കെ ഉറങ്ങി തൂങ്ങി ഇരിക്കുകയാണെന്ന് അള്ളാഹു ആലം. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലാക്കി തട്ടെ. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് കൂട്ടരെ ചെത്തി പൊളിക്കണം, ചാടണം, തുള്ളണം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? അല്ലേ? ഇവിടെ അല്ല നമ്മളെ ആഗ്രഹം. നമ്മളെ അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ മാറിയിരിക്കുന്നത്. വലിയ വീട്ടിൽ കഴിയണം. ആർക്കാ ആഗ്രഹമില്ലാത്തത്? നിങ്ങളോ കള്ള് കുടിക്കുന്ന ആഗ്രഹമില്ലാത്തവരുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഇന്നുവരെ കുടിച്ചിട്ടില്ല. കള്ള് കുടിക്കണം ആഗ്രഹമില്ലാത്തവരില്ല. എല്ലാവർക്കും കുടിക്കണം എന്നുള്ള ആഗ്രഹമല്ലേ? പക്ഷെ അള്ളാഹു തആല പറഞ്ഞ എന്താ പറയുക? കള്ള് ഞാൻ തരാം, ഫ്രഷായ കള്ളേ തരുള്ളൂ. അതിന് ഇവിടുന്ന് കുടിക്കാതെ ആണ്ട് വന്നാൽ അവിടുന്ന് ഈ കള്ളു കുടിക്കാൻ പറ്റും. അള്ളാഹു തആല കള്ളു കുടിക്കാനുള്ള ഭാഗ്യം തെറ്റ്. എന്താ എല്ലാവരും ആമീൻ പറയാത്തത്? ഇവിടുത്തെ കള്ളല്ലാന്ന് അവിടുത്തെ കള്ള് ഞാൻ പറഞ്ഞില്ലേ? അവിടെ ഞാൻ അതന്നെ പണി. അവിടെ ഞാൻ വാലും കുടുംബസംഗമം മഹല്ല് സംഗമം ഒന്നുമില്ല. തറാവിസ്കാരും ഇത്രിസ്കാരും ഒന്നും അവിടെ ഇല്ല. അവിടെ പണി കുടിക്കുക, ചാടുക, അള്ളാനെ കാണും ചെയ്യാം. അതിന്റെ മേലൊരു ലക്ഷ്യമില്ല. അത് വലിയ പോസ്റ്റാണ്. അങ്ങോട്ട് എത്തണമെങ്കിൽ ആൺകുട്ടിയാണോ? അവർക്ക് പിന്നെ കള്ളും ഊർലിങ്ങളും കൊട്ടാരം ഒന്നുമല്ല. അവര് പറയലെന്നെ ഞങ്ങൾക്ക് അത് വേണ്ടെന്ന്. ഇപ്പൊ ഞാൻ പറയണത് അങ്ങനത്തെ ആളുകളോടല്ലല്ലോ, ഒരു പൊതുശാസ്ത്രത്തിലുള്ള പ്രസംഗമല്ലേ. അതുകൊണ്ട് നമ്മളെ പോസ്റ്റ് ഇപ്പൊ എന്താ? സ്വർഗം ആഗ്രഹിച്ചിട്ട് അമൽ ചെയ്യാന്നുള്ള. ആൺകുട്ടികളുടെ പോസ്റ്റ് സ്വർഗം ചിന്തിക്കില്ല, അള്ളാനെ കിട്ടും. അവർക്ക് സ്വർഗം വിഷയമില്ല. സ്വർഗം അള്ളാനെ കാണാനുള്ള മാധ്യമം മാത്രമാണ്. മണിയറ പോലെയാണ്. മണിയറ ആരും ലക്ഷ്യമല്ല. അതിലൊരു മണവാട്ടി ഉണ്ട്. മണിയറയിൽ പോയിക്കുമ്പോൾ മണവാട്ടി ചാടി പോയിക്കണ്. ഞാൻ അവിടെ കിടന്നുറങ്ങണം കോന്തനല്ലേ? നമ്മൾ വലിയ അതിൽ നിക്കാഹൊക്കെ കഴിഞ്ഞ് മണിയറയിൽ പോയി രാത്രി 2 മണിയായിട്ട് അവിടെ ആരും വരുന്നില്ല. അപ്പൊ അമ്മായി വന്നുകൊണ്ട് പറഞ്ഞ്, മോനെ പൊരുത്തപ്പെടണ മോള് ഇന്നലെ ചാടി പോയിക്കിടുന്ന് പറഞ്ഞാല് അത് സാരില്ല, അവള് വരുമ്പോ വെറ്റേന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുറങ്ങിയാന് ചുമരുമൊക്കെ ജാമാക്കി ചവിട്ടണ്ടേ? ഇതുപോലെയാണ് ഔലിയാക്കൾക്ക് സ്വർഗം. ഓൽക്ക് സ്വർഗല്ല വിഷയം. മണിയറ ലക്ഷ്യമല്ല, മണവാട്ടിയാണ്. ഇതുപോലെ സ്വർഗത്തിൽ റബ്ബാണ് ലക്ഷ്യം. അല്ലാഹു തആല ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. അല്ലാഹു അവിടെ നമ്മളെ എത്തിച്ചേറ്റ ആമീൻ പറയും. അല്ലാഹു അവിടെ നമ്മളെ എത്തിച്ചേറ്റ ആമീൻ പറയും. അപ്പൊ ഞെടിയിരിപ്പിക്ക് എന്നാ ശുജായി പറയല്ലേ? കേട്ടോ, ഞെടിയിരിപ്പിക്ക് അവിടെയാണ് അള്ളാന്റെ ലിഖാ ഉള്ളത്. അവിടെ ആറാടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആരോ ശുജായിനോട് ചോദിച്ചു, ഉസ്താദിന് എന്തെങ്കിലും വേണോ? അപ്പൊ ശുജായി പറഞ്ഞു, എനിക്ക് 10 ചാറും വേണമെന്ന്. വേഗം 10 ചാറൊക്കെ കൊടുത്തിട്ട് അവിടെ തിന്നതുമില്ല, അത് തിന്നതുമില്ല. അപ്പൊ അവര് പറഞ്ഞതിന് വേനെന്താരങ്ങള് 10 ഇരു 1 ഇരു 2. അപ്പൊ 10 ഇരു എത്ര? 20. 1 2 3 4 4. അപ്പൊ എത്രയായി? 4. അതെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം, മുഹമ്മദ് റസൂലുള്ളാഹ് 12 അക്ഷരം, രണ്ടും കൂടിയ 24. ഇത് വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വേഗം 10 ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് സംഗതി മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും നീച്ചു പോകാതല്ലേ? മനസ്സിലാണില്ലേ? എന്നാ ഒന്ന് മര്യാദക്ക് അതൊന്നാണ് ചൊല്ലിക്കാണി. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ. പോകുമ്പോ ചൊല്ലാളാണ്, ആരും തങ്ങി നിൽക്കണ്ട. ഉള്ളിന്റെ ഉള്ളിന്നാണ് പോണ്ടേയും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പഠിക്കാനാ ഇവിടെ വന്നത്. നീ ഖബറ് പോയ ചോദ്യം ഇതാണ്, അൻ റബ്ബുക്കാന്നാണ്. അതിന് അള്ളാന്നാണ് പറയണം. ഐ ഡോണ്ട് എന്നാണ് പറഞ്ഞ മോന്താണ്ട് കായോ തന്നെ. അള്ളാന്നാണ് പറയുന്നത്. ഖബറാണ് ആദ്യത്തെ കടമ്പ. അത് കണ്ടാൽ തന്നെ ഭീകരമാണ്.
ഇനി അവിടെ നിന്ന് സുഖം ഉണ്ടെങ്കിൽ സാധനങ്ങളായിട്ട് പോകണം, അല്ലെങ്കിൽ ഇരുട്ട് പിന്നെയും കൂടും, ഇടുക്കം പിന്നെയും കൂടും. കബറും കണ്ട് ഇടുക്കിയിട്ട് വാരിയല് പൊടിയും. മുഹമ്മദ് മുസ്തഫ لا ينجو أحد من لغطة القبر ولو نجا أحد من لغطة القبر لنجا سعد بن معاذ. ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഭീകരമായ മണ്ണറയില്ലേ, ആ മണ്ണറയായ കബറിലേക്ക് മോനെ എന്നെയും നിന്നെയും സ്വന്തക്കാരങ്ങ് താഴ്ത്തി വെച്ചിട്ട് മൂടുകല്ലും വെച്ചുകൊണ്ട് മണ്ണ് വാരിയിട്ട് അവരങ്ങ് പിന്തിരിയുമ്പോ രണ്ട് ഭാഗത്തു നിന്നും കബറൊന്ന് പിടിച്ച് ഞെക്കുന്നതാണ്. കബറിന്റെ ആ ഞെക്കലിൽ നിന്ന് ഇടുക്കലിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടൂല. രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് സഅദ് ഇബ്നു മുആദാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷയം ഗൗരവാട്ടോ. ഈ കളിമലൊന്നും നിൽക്കൂല. ഈ ഉമ്മത്തിലും 4-5 ആളെ പേരെ റസൂൽ എണ്ണീറ്റുള്ളൂ കബറ് ഞെടുക്കാത്തവര്. ബാക്കിയൊക്കെ ഞെക്കും. ഔലിയാക്കളെ പോലും കബറ് ഞെക്കും. കാരണം കബറ് കൊണ്ടുവച്ചാൽ കബറിനോട് കളിക്കൊക്കെ കളിക്കും. ആരാ സഅദ് ഇബ്നു മുആദ്? അതിനേക്കാളും വലിയ വലിയൊന്നും പിന്നെ വന്നിട്ടില്ല. ഒരു വലിയ എത്ര ഉയർന്നാലും ഒരു സഹാബിന്റെ എത്തൂല്ല. സഹാബകളിൽ ഏറ്റവും താഴെ ഡിഗ്രി ഇരിക്കുന്ന ആളാണ് ഹംസത്തുൽ റളിയല്ലാഹു കൊന്ന വഹ്ശി, ഖാതിലു ഹംസ വഹ്ശി റളിയല്ലാഹു അൻഹു. അവരെ സ്ഥാനത്ത് ആയിരക്കണക്കിന് ഔലിയാക്കൾ നിരന്നാലും എത്തൂല. പിന്നെ സഅദ് ഇബ്നു മുആദിന്റെ കാര്യം പറയാനോ? അവര് വലിയ പവറിലല്ലേ, പക്ഷെ അവരെ കബർക്കാണ് താഴ്ത്തിച്ചു. ബദറിൽ പങ്കെടുത്ത ആളാണ്, ഉഹദിൽ പങ്കെടുത്ത ആളാണ്. ഖന്തക്കിന് പട്ടിണി കിടന്നിട്ട് കിടങ്ങ് കുടിക്കുമ്പോൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് കിടങ്ങ് കുഴിച്ച ആളാണ്. ആ ആളെ കബർക്ക് ഇറക്കി വെച്ചപ്പോഴേ റസൂലുള്ളാഹിന്റെ മുഖാണ്ട് മാറി. ബേജാറുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. സഹാബാക്കളൊക്കെ കൂടെ പറഞ്ഞു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ കഴിഞ്ഞപ്പോൾ മുഖം സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ വെച്ചു, മുത്തുനബിയെ സഅദിനെ കബർക്ക് ഇറക്കിച്ചപ്പോൾ ബേജാറോണ്ട് അങ്ങയുടെ മുഖം മാറിയിട്ട് സുബ്ഹാനല്ലാഹ് എന്നല്ലേ കേട്ടല്ലോ, എന്തായിരുന്നു വെച്ചു. പറഞ്ഞെന്താരോ, നീച്ചു പോകുമ്പോ മനസ്സിൽ കോറിയിട്ടോളീം. ഈ മഹാനായ മനുഷ്യനില്ലേ, ഈ സ്വാലിഹായ അബ്ദില്ലേ, മുസ്തഫായ നബിയുടെ വാക്കാണ്. നമ്മളങ്ങ് കബറിൽ വെച്ചപ്പോൾ കബറ് രണ്ട് ഭാഗത്തിരുന്നു. സഅദിനൊന്ന് പിടിച്ച് ഞെക്കി സ്വഹാബാ. സഅദിന്റെ വാരിയല്ലുകൾ കോർക്കാൻ തുടങ്ങി സ്വഹാബാ. വേജാറ് കൊണ്ട് ഞാൻ ദിക്ർ ചൊല്ലിയതാണ്. നമ്മളൊക്കെ ദിക്റങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോ സഅദിനെ ഇരുഭാഗത്തു നിന്നും കബറങ്ങ് വിട്ടു. സഅദിന്റെ കബറങ്ങ് പ്രവിശാലമായി. അപ്പോൾ സഅദിന്റെ കുടുസായ കബറിനെ പ്രവിശാലമാക്കിയ റബ്ബിന് ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലിയതാണ് സ്വഹാബാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സാസ് നീച്ചോമ്പഴേ സഅദ് ഇബ്നു മുആദ് സഹാബാക്കളിൽ പ്രമുഖനാണ്. അവരെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോണത് ഒരു പെണ്ണിനെ നോക്കാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഔലിയാക്കളിൽ തറവാട്ട് മൂപ്പന്മാരായ സഹാബാക്കളാണ്. അതിന് നേതൃത്വം ഉലകത്ത് സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുത്തു മുഹമ്മദ് മുസ്തഫയാ. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഞെങ്ങി ഒന്ന് സഅദിനെ 2 ഭാഗത്ത് കബറന്ന് ഞെക്കിയാല് നമ്മളെ അവസ്ഥ എന്താ? നമ്മളെ കൊണ്ടുപോകണേ സഹാബാക്കളാ? നമ്മളെ മയ്യത്ത് കൊണ്ടുപോകണേ സഹാബാക്കളാ? മുത്തുനബി അവിടെ ദ്വാരക്കണ്ടോ? നമ്മളെ മയ്യത്ത് കൊണ്ടുപോകണ കുടുംബക്കാർ മൊത്തം അതിൽ നിസ്കരിക്കാത്തവരില്ലേ? അതിൽ കഞ്ചാവ് വായിലിട്ടവരില്ലേ? കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ പങ്കെടുത്ത ഒരു സദസ്സിൽ സ്വാഗതം പറഞ്ഞ ആളെ പോക്കറ്റിൽ നിന്ന് വീണത് ഹാൻസിന്റെ പാക്കറ്റ്. ഇവനായിരിക്കും വിക്രെല്ലാം മുമ്പിലുണ്ടാവുക. പോക്കറ്റിൽ കഞ്ചാവ് വെച്ചവന് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുന്ന കാലാണ്. നമ്മളെ കബർ എന്നാണ് ഞെക്കിയാല് ആരാ അവിടെ തസ്ബീഹ് നമ്മളെ കബർ വിശാലാക്കാനുള്ളത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വന്തം അധ്വാനിച്ചാൽ മാത്രമുണ്ട്, അല്ലെങ്കിൽ അപകടമാണ്, അപജയമാണ്, അപായമാണ്, പരാജയമാണ്, അദാബാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് നമുക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും തന്നെ ഞാൻ ആദ്യം പങ്കെടുക്കണ്ടേ? എനിക്ക് എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അവസരം ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാത്ത നിങ്ങൾക്കറിയാം എവിടേക്കാപ്പം ഞാൻ ഈ കൊണ്ടുപോകണമെന്ന്. ഈ പരം ഒന്ന് പൊളിച്ച് നന്നാക്കണോ വേണ്ടേ? അതാ മുണ്ടിടില്ലല്ലോ. നേരത്തെ പറഞ്ഞ തൊള്ളൊന്നും ഇപ്പം ഇല്ലല്ലോ. നിങ്ങൾ വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഒരു ദിക്ർ പറഞ്ഞു തരുന്നില്ലേ?
ഖബർ വിശാലാണ്, ഓരോരുത്തർ പേനൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു, ഖബർ വിശാലുള്ള ദിക്കറിന്. എല്ലാതും ചൊല്ലി പറഞ്ഞാൽ മാത്രം ശരിയാവില്ല, ചിലതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ ചങ്ങരംകുളം അടുത്ത് മലപ്പുറം ജില്ലയിലാണ് പെരുമുക്ക് എന്നുള്ളൊരു സ്ഥലമുണ്ട്. ആ പെരുമുക്കിൽ ഖബർസ്ഥാനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70 പൊളിക്കേണ്ടി വന്നു റോഡ് നന്നാക്കാൻ, പള്ളി വികസിപ്പിക്കാൻ. ആ സമയത്ത് ഓരോ ഖബർ വിളിക്കുമ്പോഴും ആദ്യത്തിലൊക്കെ നാട്ടുകാർ ഒന്നായിട്ട് കൂടിയെന്ന് വല്ലതും കിട്ടുമോ നോക്കാൻ. നോക്കുമ്പോൾ ഒരു സാധനം അതിൻ്റെ ഉള്ളിലില്ല. എത്ര സ്പീഡിലാണ് പുഴുക്കൾ തിന്നു തീർക്കണം നോക്കാൻ നിങ്ങൾ. 80-90 കിലോ തൂക്കമുള്ളവരെല്ലാം കൊണ്ടുപോയി കിടത്തിക്കണ്. പിന്നെ പൊളിച്ചു നോക്കുമ്പോൾ ഒരു സാധനം അതിലില്ല എന്ന് പറഞ്ഞാൽ പുഴുക്കൾ സ്പീഡിൽ തിന്ന് തീർക്കുക. അതിനാണ് ഇപ്പൊ ഈ തടിയൊക്കെയാണ്, വേറെ ഒന്നിനല്ല. പഴയ പള്ളിന്റെ മീറാബേര് ഉറപ്പിച്ചാലേ പുഴുക്കൾക്ക് നല്ല രസം തടി കൂടിയാല്. കാരണം ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റം ഇല്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാ. ഓഹോ, ഈ തടിയും വട്ടവും ഒക്കെ ഇട്ടാണ് പോയാലേ, കവളൊക്കെ അങ്ങനെ ചീർത്ത് മുട്ടി പോയാലേ നല്ല രസമാണ് പുഴുക്കൾക്ക് കാർന്ന് കാർന്ന് തിന്നാൻ. റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ഈ 70 ഖബർ പൊളിച്ചപ്പോഴേ ഭൂരിഭാഗം ഖബറിൻ്റെ ഉള്ളിൽ ഒരു സാധനമില്ല, അത്ര സ്പീഡിലാണ് തിന്നത്. പക്ഷേ പള്ളി പ്രസിഡന്റിന്റെ ഖബർ പൊളിക്കേണ്ടി വന്നു. അപ്പൊ മോൻ ആദ്യം തന്നെ പറഞ്ഞു, പാൻ്റെ ഖബർ തൊടുമ്പോൾ മറ്റുള്ള ഖബർ തൊടുമ്പോലെ തൊടണ്ട, ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ടോന്ന്. കാരണം എന്താ, അയാൾ കൊടുത്ത സ്ഥലത്ത് തന്നെ മൂപ്പര് കിടക്കണത്. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യാൻ കൊടുത്ത സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് തന്നെയാണ് മൂപ്പര് കിടക്കുന്നത്. ഇനി പുഴുക്കൾ തിന്നാൻ സാധ്യതയില്ല, അതൊരു കിടത്തായിരിക്കും ആൺകുട്ടികളെ പോലെ. അപ്പൊ മോനെ ആദ്യം പറഞ്ഞിരുന്നു, പാൻ്റെ ഖബർ തൊടുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആളുകൾ ആദ്യത്തിലെ കുറെ ആൾക്കാരുണ്ടാവുള്ളൂ, അത് ദുന്യാവിന്റെ സ്വഭാവമാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. ഏതോ അങ്ങനെയല്ലേ. കൊറോണ ഇറങ്ങിയ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരാൾക്ക് കൊറോണന്റെ സാധ്യത ഉണ്ടെന്ന് കേട്ടാൽ പട്ടാളക്കാർ ഒന്നായിട്ട് നിരന്നാണ് നിൽക്കുന്നുണ്ട്. ആ ഏരിയയൊക്കെ പോയില്ല. കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴോ നമ്മളെ ഇടയിലൊക്കെ ഓരോരുത്തർ ആശുപത്രി, ഈ എന്തിനാ ഞാൻ പിടിച്ചാണ് കൊറോണ, ഒരു പ്രശ്നമില്ലാതെ. ഇപ്പൊ കൊറോണ എന്തെങ്കിലും പ്രശ്നമാണോ? അത് ഏതും ദുന്യാവിന്റെ സ്ഥിതി അങ്ങനെയാണ്. ആദ്യത്തിലെ ആളുകൾക്ക് ഒരു ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ ഖബർ പൊളിക്കുമ്പോഴൊക്കെ ഉണ്ടാവും, പിന്നെ ഇവര് പൊളിക്കുന്ന ആൾക്കാർ മാത്രമായി. പക്ഷേ മഹല്ല് പ്രസിഡന്റിന്റെ ഖബർ പൊളിച്ചിട്ട് മൂടേല് കണ്ട് തുറന്നപ്പോഴേ അത്തറിന്റെ മണം പുറത്ത് കണ്ടുവന്നു. മറ ചെയ്തിട്ട് 50 കൊല്ലായി. 50 കൊല്ലം നീണ്ടിക്കണ അത്തരങ്ങൾ എടുത്തിട്ടുണ്ടോ? 50 കോടി റുപ്യ ഞാൻ തരാം. നിങ്ങൾ ഇന്നെ തുറച്ചു നോക്കുന്നത് 50 കോടിയുള്ള വലിയ മുതലാളി എന്നുള്ളവർക്കല്ലേ. ഒരു റുപ്യ എൻ്റെ വണ്ടിയിലില്ല, അതിനൊട്ടാണ്ട് വരും വേണ്ട. പക്ഷെ അങ്ങനെ ഒരു അത്ര നിങ്ങൾ തരൂല എന്ന് ഉറപ്പുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അത്ര ഇല്ല. ഇത് മരിച്ചിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് മണ്ണിന്റെ ഉള്ളിൽ നിന്നാണ് അത്തറിന്റെ മണം. അപ്പൊ അത് ദുന്യാവിൽ അത്തറല്ല എന്ന് ഉറപ്പാണ്. മഹല്ല് പ്രസിഡന്റിന്റെ കഫൻ തുണിന്ന് വരുന്ന അത്തറ് അല്ല അടിച്ചു കൊടുത്ത അത്തറാണ്. കഫൻ തുണിക്ക് പോലും കളർ മാറിയിട്ടില്ല. കഫൻ തുണിക്ക് പോലും കളർ മാറിയിട്ടില്ല. കാരണം എന്താ അറിയോ? സ്വതക്കന്റെ പവറാണ് ആ കിടക്കുന്നത്. നമ്മളെ ഈ നാട്ടിലെ കേരളത്തിലൊക്കെ പല സ്ഥലത്തും ദുആക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. സമസ്തയുടെ സമുന്നയ നേതാവ് കൂടിയായിരുന്നു ചെറുവാളൂർ ഉസ്താദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറുവാളൂർ ഉസ്താദ്, വലിയ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ ശിഷ്യന് ഡ്രൈവറും എനിക്ക് ഇന്ന് 2 പ്രാവശ്യം ഞാൻ എൻ്റെ യാത്രയിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു. 2 പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഞാൻ എൻ്റെ ഈ യാത്രയിൽ 2 പ്രാവശ്യം വിളിച്ചു. ആ ചെറുവാളൂർ ഉസ്താദ് വഫാത്തായി 400ഓളം ദിവസം ആയപ്പോ, 400 കൊല്ലട്ടല്ലോ, 400 ദിവസം, 400ഓളം ദിവസം ആയപ്പോഴേ ഉസ്താദിന്റെ ഖബറിന്റെ ഒരു ഭാഗത്ത് ഒന്നങ്ങോട്ട് താന്നുകിടന്നു. അപ്പൊ ഇവരെല്ലാവർക്കും കൂടി തോന്നി ഈ സമയം ഖബർ പൊളിച്ചിട്ട് രണ്ടാമത് ഉസ്താദിനെ വെക്കേണ്ട സമയമാണ്. പക്ഷെ നാട്ടുകാരുടെ എല്ലാരും കൂടി അറിഞ്ഞിട്ട് വേണ്ട എന്ന നിലയില് എല്ലാരും ഇറങ്ങിയ രാത്രിയില് ഉസ്താദിന്റെ ഖബറൊക്കെ ഒന്ന് പൊളിച്ച് മയ്യത്ത് പുറത്ത് കിട്ടു. ശിഷ്യനുണ്ടായിരുന്നു അവിടെ, എന്നോട് പറയാണ് കസ്തൂരിന്റെ ഗന്ധായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. ഉസ്താദിന്റെ കഫൻ തുണിക്ക് പോലും കളർ മാറിയിട്ടില്ല. കാരണം എന്താ അറിയോ?
ആലിമീങ്ങളുടെ കൂട്ടത്തിൽ, കേരളം കണ്ട ആലിമീങ്ങളുടെ കൂട്ടത്തിൽ, ഈ അടുത്ത് ഞാൻ പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിൽ വലിയ സ്വതക്ക കൊടുക്കുന്ന ആളായിരുന്നു ചെറുവാളൂർ ഉസ്താദ്. കിട്ടുന്നനുസരിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. അതിന്റെ പവറാണ്. നിങ്ങൾക്ക് നല്ലൊരു വേള, ഒരു അസുലഭ മുഹൂർത്താണിത്. കാരണം ഇവിടെ അൽഹംദുലില്ലാ ഞങ്ങളെല്ലാരും കൂടി സഹകരിച്ചിട്ട് പള്ളിപ്പറമ്പ് വാങ്ങി 1 കോടി ഉറുപ്പ്യന്റെ മേലെ അയക്കണമെന്ന് ഞാൻ കേട്ടു അല്ലേ? 1.25 കോടി ഉറുപ്പ്യ പടച്ച തമ്പുരാനെ 175 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളല്ലേ കൊടുത്തത് അല്ലേ? 100 ലക്ഷം 1 കോടി, പിന്നെ 75 ലക്ഷം, അപ്പൊ 175 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളല്ലേ കൊടുത്തത്. അങ്ങനത്തെ നിങ്ങൾക്ക് ഈ പൊരന്ന് നന്നാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. അതുകൊണ്ട് ഒരു 1400 സ്ക്വയർ ഫീറ്റ് വേണം. 1 സ്ക്വയർ ഫീറ്റിന് 1500 റുപ്യ. അതും കൂടിയാണ് ഭംഗിയായാൽ ആ വിഷയമാണ് പൂർത്തിയായി. ഒരൊറ്റ ദുആയി ഈ മഹല്ല് സമാഗമത്തിൽ വന്നുകൂടിയ ഓരോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ ഒരു അമല് നാളെ ആരുമില്ലാത്ത ആ മണിയറയിൽ നിന്ന് കോരിയെടുത്ത് മയ്യത്ത് കുളിപ്പിച്ച് മൂക്കിൽ പഞ്ഞും വെച്ച് കട്ടിൽ കയറ്റി ദിക്റും ചൊല്ലി നാട്ടുകാരെ കൊണ്ടുപോയിട്ട് ഇറക്കിയാൽ ആ മണ്ണറ ഒന്ന് മണിയറായി കിട്ടണം. ചിലർക്ക് മണ്ണറ മണിയറയാവും. അപ്പൊ അവർക്ക് ദുന്യാവിന്റെ മണിയറന്നെ മണ്ണറായിട്ടുണ്ടാവും. അപ്പൊ വിഷയം നേരെ തിരിച്ചു കൊടുക്കേണ്ടി വരും. മണ്ണറയിൽ നിന്ന് മണിയറയിലേക്ക് ഇങ്ങോട്ട്. അങ്ങനത്തോരുണ്ട്. ഭൂമിക്കടയിലുള്ള മണ്ണറയാവുന്ന ഖബറ് മണിയറയായി മാറുന്നവരുണ്ട്. യഥാർത്ഥ മുമ്മിൻ ഖബറ് പോയി കിടന്നാൽ മലക്കുകൾ എന്നിട്ട് പറയുന്ന മണവാളൻ മണിയറയിൽ ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് പറയുന്നു മുഹമ്മദ് മുസ്തഫ. അങ്ങനെയായി നമുക്ക് ഖബറ് മാറ്റാൻ പറ്റണം. വേണ്ടേ? വേണ്ടേ? അല്ലെങ്കിൽ കിടക്കാൻ കഴിയില്ല സുഹൃത്തെ. 100-150 കൊല്ലക്കായിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ? ഒരേ നിലക്കല്ലേ നമ്മൾ കിടത്തിയത് അല്ലേ? കിബിലക്ക് നേരെ നെഞ്ഞ്, എന്നിട്ട് കവളത്തുനിന്ന് കഫം തുണി ഇങ്ങോട്ട് നീക്കിയിട്ട് മണ്ണിലാണ്ട് പൂത്തി വെച്ച് പോകുന്നതല്ലേ? കൊല്ലം 10-60 ആയില്ലേ? എപ്പോഴും അവർ ആ ഒന്ന് നീക്കാൻ പറ്റുമോ? അവർക്ക് ഒന്നും അറിയാൻ പറ്റുമോ? ചുരുളാൻ പറ്റുമോ? ആ സമയത്ത് അള്ളാന്റെ സ്പെഷ്യൽ ഇടപെടൽ. എന്നിട്ട് ആ ഇടുങ്ങിയ സ്ഥലം വിശാലാക്കി തരാം, സ്വർഗാക്കി തരാം, സുഗന്ധാക്കി തരാം, സൗരഭാക്കി തരാം, പ്രകാശാക്കി തരാം. എന്തോ റാഹത്താണ്. മണവാളന് വിശ്രമിക്കും പോലെ ഈ വിശ്രമിച്ചോന്ന് മുമ്മിനോടും മയ്യത്തായ മുമ്മിനോട് ഖബറിൽ വെച്ച് അള്ളാന്റെ ഉദ്യോഗസ്ഥന്മാരാ മലക്കുകൾ പറയുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഈ രാവിലെ ഈ മഹലിൽ നിന്ന് ഓടിക്കൂടിയ ഈ ജനങ്ങൾ, ഒരുപാട് മുത്താലിങ്ങൾ അടങ്ങിയ ആലിമീങ്ങളുള്ള ഈ സദസ്സ് വന്ന ഞങ്ങളെയും മണിയറയായി മാറുന്ന കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, മഖബറക്ക് വേണ്ടി 1,75 ലക്ഷം രൂപയാണ് ഈ നാട്ടുകാര് സംഭരിച്ചു കൊടുത്തത്. അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്ന് നിനക്ക് കൃത്യമായി അറിയാം. എഴുതിയ ആളുകൾ മറന്നിട്ടുണ്ടാകാം, പ്രഭാഷകന്മാരായ ഞങ്ങൾക്ക് അറിയാതെ വന്നേക്കാ. പക്ഷേ നിന്റെ അറിവിൽ നിന്ന് ചോർന്നു പോകില്ലല്ലോ. അതിൽ എത്രയൊക്കെയാണ്, ആരൊക്കെയാണ് കൊടുത്തത്, എത്ര ആണുങ്ങളാണ്, എത്ര പെണ്ണുങ്ങളാണ്, എത്ര പ്രവാസികളാണ്, ഒന്നും എനിക്ക് അറിയൂല. എല്ലാം അറിയുന്ന നാഥ, ആ ഖബർസ്ഥാന് വേണ്ടി പണം കൊടുത്ത മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. എത്രയാണോ അവർ ചെലവഴിച്ചത് അതിന്റെ 10 മടങ്ങ് പൈസ ഹലാലായ സ്രോതസ്സിലൂടെ ദുനിയാവിൽ നീ പകരം നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയോ മണ്ണറകൾ നീ മണിയറകളാക്കി തരണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയോ ഈ ലോക ജീവിതം സ്വർഗീയ പാതയാക്കി തരണേ അല്ലാ. അവരെയും ഞങ്ങളെയോ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് നിന്റെ ഔദാര്യം കൊണ്ട് നീ മാറ്റി എഴുതണേ അല്ലാ. ഒരു സെക്കൻഡും ഭീകരമായ ബീഭത്സകമായ നാരകീയ തീച്ചൂളയില് ഞങ്ങളെ കടത്തല്ല അല്ലാ, കരിക്കല്ല അല്ലാ, അദാബിലാക്കല്ല അല്ലാ. ഞങ്ങളെ നീ അദാബിലാക്കല്ല അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘമായൊന്നും പറയണം എന്നെനിക്കില്ല, പറയേണ്ട കാര്യവുമില്ല. പക്ഷെ നിങ്ങളോട് 12 മണിയാവാൻ സമയത്ത് വൈകാതെ എൻ്റെ സുഹൃത്തിൻ്റെ വിഷയാവതരണത്തിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടത് അദ്ദേഹം എനിക്ക് കാണിച്ച ഔദാര്യത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിന് അറിയാം, എന്നോട് എന്തോ ഒരു സ്നേഹം ബഹുമാനമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയുള്ളവർ നമുക്ക് സൗകര്യം ചെയ്തു തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയമാണ് ആദ്യം എനിക്ക് തന്നത്. എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. എനിക്ക് ലോങ്ങാണ്, രാത്രി അങ്ങോട്ട് ഓടിയിട്ട് വൈകാതെ അവിടെ എത്താനും പറ്റി.
അപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ ബർക്കത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഖബർ അല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരിച്ച് ഖബർ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉമ്മാരുണ്ട്, ബാപ്പാരുണ്ട്. എൻ്റെ ഉമ്മ ഖബറിലാണ്, എൻ്റെ വാപ്പ ഖബറിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും അയൽവാസികളും ഉറ്റവരും ഉടയവരും കൂടെ പഠിച്ചവരും സ്നേഹിതന്മാരും ഒക്കെ ഖബറുകളിലാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ മറയപ്പെട്ട മുഅ്മിനീങ്ങൾ ഉമ്മിനാത്തടക്കം നമ്മളിൽ നിന്ന് പിരിഞ്ഞ് 6 അടിയുടെ ആഴിയിൽ ആരുമില്ലാതെ കിടക്കുന്ന ആ പാവങ്ങൾക്ക് ഇതിൻ്റെ സവാബ് എത്തിച്ച് അവരുടെ ഖബർ സൗഗന്ധികവും സൗഭാഗ്യവും സൗരഭ്യപൂർണ്ണമാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല. നോക്കൂ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു, ഇനി അത് അസ്തമിക്കും. ഇത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് അസ്തമിക്കാൻ വേണ്ടി ചെയ്യണമല്ല. അങ്ങനെയാണ് സൂര്യൻ ഉദിക്കണ അസ്തമിക്കണില്ലാത്ത നാട് കുറയല്ലേ, ജനത ആൾതാമസം കുറവാണെങ്കിലും ഇതൊക്കെ അള്ള സൂചന നൽകിയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചാൽ നമ്മൾ ഓർക്കണം നമ്മളെ ജന്മം, അസ്തമിച്ചാൽ നമ്മൾ ഓർക്കണം നമ്മളെ മരണം. ഈ സൂര്യനെ ഉദിപ്പിക്കണോ അസ്തമിക്കണോ എന്തിനാരങ്ങള്? ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഉദിച്ചതൊക്കെ അസ്തമിക്കും എന്ന് പറയാനാ. പിന്നെ അസ്തമിക്കണുള്ളൂ, സൂര്യൻ കൈയല്ല. മറ്റൊരു സ്ഥലത്ത് സൂര്യൻ ഉണ്ട് എന്നപോലെ നമ്മളാണ്ട് മരിച്ച് ഖബർ പോയിട്ട് അസ്തമിച്ചാലും നമ്മളെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് അല്ല, മറ്റൊരു ലോകം തുടങ്ങുകയാണ്. ആ ലോകത്ത് പിടിച്ചിക്കാൻ ഇവിടുത്തെ കോപ്പിരാട്ടത്തിനൊന്നും പറ്റൂല, ഇവിടുത്തെ ജാടിയും കാട്ടിക്കൂട്ടലൊന്നും പറ്റൂല. അവിടെ വല്ലതും കയ്യിൽ ഇഖ്ലാസോടെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മാനമാണ്, സന്തോഷാണ്, നമുക്ക് സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്, ആശ്വാസമാണ്. അതിനുവേണ്ടി തസവ്വദ് ഖരീനം മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാഫിൽ ഖബരി മാ കാന യഅമലു അലാ ഇന്നമൽ ഇൻസാനു ലൈഫുൽ ലി അഹ്ലിഹി യുഖീമു ഖലീലൻ സുമ്മ യർഹലു. കുറച്ച് മാത്രമേ ഇവിടെ എല്ലാവരും കുടുംബക്കാര്, വാപ്പ, അമ്മ, മകന്, ജ്യേഷ്ഠന്, അഞ്ചന് കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. സുമ്മ ഇർഹലു, കുറഞ്ഞ കാലം താമസിച്ചിട്ട് ഓരോരുത്തരുടെ സമയമായി ഇങ്ങനെ പോകും. ഓരോരുത്തരങ്ങനെ പോകും. സമയമായാൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എത്ര ആൾക്കാർ പോയി, അവരൊക്കെ പള്ളിക്കാട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഒറ്റയ്ക്ക് പോയിട്ട് സിയാർത്ത് ചെയ്യാൻ തന്നെ നമുക്ക് പേടിയല്ലേ. ഖബർ കണ്ട് കണ്ടാൽ തന്നെ ഞെടുങ്ങൽ വേണം. സഹാബാക്കളൊക്കെ ആയിരുന്നു. മുൽഖത്താവിനെ മയ്യത്ത് ഒളിപ്പിക്കുമ്പോ ഈ കവളത്ത് 2 കറുത്ത വര ഇവിടെ എത്ര തുടച്ചിട്ടും പോണില്ല. ഇനി തുടച്ചാൽ തൊലി പോവും. അപ്പൊ മയ്യത്ത് ഒളിപ്പിക്കുന്ന ഒരാൾ മറ്റാൾ മുഖത്ത് നോക്കി. അയാൾ പറഞ്ഞു തുടച്ചാ പോവില്ല. കാരണം ഉമർ പാതിരാവിൽ അള്ളാനോർത്ത് കരഞ്ഞ് കവളത്ത് 2 കറുത്ത കര വന്ന 2 കളർ വന്നതാണ്, 2 കളർ കയറിയതാണ്. 2 വര, കറുത്ത വര ഉണ്ടായത് പടച്ചവനോർത്ത് അമീറുൽ മുഅ്മിനീൻ പാതിരാവിൽ കരഞ്ഞിട്ടാണ്. അതേ ഉമറിന്റെ പറബകാത്ത് വെള്ളം പാരാൻ, ശരീരത്തിന്റെ പറബകാകം വെള്ളം പാരാൻ വേണ്ടി ഇങ്ങോട്ട് മറിച്ചപ്പോൾ അല്ലാ പിറകു ഭാഗത്തും കറുത്ത വരകളുണ്ട്. അത് കവളിലുള്ള കറുത്ത വരയേക്കാൾ ഇത്ര വീതിയുള്ളതാണ്. അത് മുറിയുടെ പാടുപോലെ തോന്നുന്നതാ. എന്താണ് കാരണോ? രാത്രിയിൽ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാൻ നാട് ഭരിക്കുന്ന സമയത്ത് ചാട്ടവാർ കയ്യിൽ പിടിച്ചുകൊണ്ട് വല്ലാത്ത ചിന്തകൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറുമ്പോ ഉമർ സ്വന്തം ശരീരത്തെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയാണ്. നീ രാജ്യം ഭരിക്കുന്ന ഉമറാണ് അല്ലേ? മര്യാദക്ക് നിന്നടാ. ജനങ്ങൾ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ജാക്കിയിൽ കയറി നീ വല്ലതും ചെയ്താൽ നാരകീയ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്ന് ബഹുമാനിക്കുന്ന ജനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് സ്വന്തം ശരീരത്തെ വിചാരണയ്ക്ക് വിധേയരാക്കി ചാട്ടവാർ കൊണ്ട് പ്രഹരിക്കുന്നു. സ്വർഗത്തിന്റെ താക്കോൽ വാങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് കിസ്റാവിറക്കോ കൈസറും പനിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞേറ്റുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഇത് സിദ്ദീഖുൽ അക്ബർ വഫാത്തായ മാസമാണ്. അവരുകളൊക്കെ പുറത്തിറങ്ങിയ നാവ് കണ്ട് പിടിച്ച് നീട്ടി. എന്താ നാവ് ഇടാത്തെന്ന് വെച്ചു. ഇതാണ് എന്നെ കൊടുക്കുന്ന സാധനം. എന്നെ ഞാൻ സ്വർഗത്തിന്റെ പാതയിലേക്ക് കയറി നടക്കുമ്പോഴൊക്കെ എന്നെ ആ പാതയെ തൊട്ട് തട്ടുന്ന സാധനം ഇതാണ്, ഞാൻ വിടൂല. ചില സമയത്ത് തൊള്ളയിൽ കല്ലെടുത്തു. സയ്യിദുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു കല്ലെടുക്കും, തൊള്ളയിലോ. ആളുകൾ വയ്ക്കും തൊള്ളയിൽ എന്തിനാ കല്ലെന്ന് വെക്കും? ആവശ്യമില്ലാതെ വല്ലതും പറയുന്നത് പേടിച്ചിട്ടാണ്. സ്വർഗം തലയിൽ കയറിയാലേ
അതിന്റെ അപ്പുറം ചെയ്യും. സ്വർഗം തലയിൽ കയറാത്തവർക്ക് ഇതൊക്കെ ഭ്രാന്താണ്. ആ സിദ്ദീഖ് എന്നവര് ഒരിക്കൽ തോട്ടത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഒരു കിളിയുണ്ട്, ഒരു ചില്ലയിൽ നിന്ന് പാറി മറ്റൊരു ചില്ലയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് എന്നവർ കരഞ്ഞിട്ട് പറഞ്ഞു, കുന്തുയാലത്തിന് ഹാദിഹി ത്വഹീറ, എനിക്ക് പക്ഷിയായ മതിയായിരുന്നു. കാരണം അതിന് ഹിസാബില്ലല്ലോ, അതിൽ മത്സരി പങ്കെടുക്കണ്ടല്ലോ. കുനി തുറാബ എന്ന് പറഞ്ഞാൽ മണ്ണായി പോകുന്ന കൂട്ടത്തിൽ പെട്ടതല്ലേ, എനിക്ക് അങ്ങനെ പാറിക്കളിക്കുന്ന ഒരു പക്ഷിയായ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പാറി നടക്കുന്ന പക്ഷിയാവാത്തതിന്റെ പേരിൽ കരഞ്ഞിരുന്ന മഹാനായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. ബാപ്പമാരും മക്കളും ഒരുമിച്ചിരിക്കുന്ന സദസ്സാണ്. മുതഅല്ലിമീങ്ങൾ നക്ഷത്രങ്ങൾ പൊട്ടി വീണതുപോലെ ഈ സദസ്സിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടിയിരിക്കുന്ന സദസ്സാണ്. ആലിമീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ സദസ്സാണ്. പ്രഭാത വൈജ്ഞാനിക ഉദ്യാനത്തിൽ വിരുന്ന് പോലെ ഇരിക്കുന്ന സദസ്സാണ്. റബ്ബേ, നീ ഈ സദസ്സിൽ വരുന്നതും ഇരിക്കുന്നതും സംഘാടനവും സംഭാവനയും സന്തോഷവും സംഗമവും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ കാരണമായി നിന്റെ ഔദാര്യം കൊണ്ട് പാവങ്ങളായ അടിയങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ, മഹല്ലിന്റെ ആവശ്യത്തിന് വേണ്ടി, പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി റബ്ബേ, ഈ വീടൊന്ന് പൊളിച്ച് നന്നാക്കാനുള്ള സ്ക്വയർ ഫീറ്റിലേക്ക് 1400 സ്ക്വയർ ഫീറ്റിന്, ഒരു സ്ക്വയർ ഫീറ്റിന് 1500 എന്ന നിലയിൽ ഒന്ന് പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ, ആവശ്യപ്പെട്ടിട്ടില്ല. ആ സമയത്ത് തന്നെ 15,000 രൂപ അള്ളാഹുവെ സംഭാവനക്ക് വാക്ക് നൽകിയത് ആരാണെന്ന് പേര് പറഞ്ഞില്ലേലും കൃത്യമായി വ്യക്തമായി പേരും ഊരും ഉദ്ദേശവും അറിയുന്ന കാണുന്ന നാഥാ, ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന ഹദീസിനെ 15,000 രൂപ കൊണ്ട് പ്രഭാത വൈജ്ഞാനിക വിരുന്നിലിരുന്ന് വാഗ്ദാനം ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ എനിക്കറിയാം. ജാരിയായ സംഭാവനയായി സ്വീകരിച്ച് അവരെയും ഞങ്ങളെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിന്റെ മേൽ ഈ നിമിഷം നീ ഹറാമാക്കണേ അല്ലാഹ്. അതിന് പകരമായി 10 മടങ്ങ് സമ്പത്ത് ഹലാലായ സ്രോതസ്സിലൂടെ നിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണേ അല്ലാഹ്. അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഒമിക്രോൺ പോലെയുള്ള എല്ലാ മാറാവ്യാധികളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ